ഓക്കെ ഓക്കെ. ഇത് കണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സി ആക്ച്വൽ മോഡൽസ് ഞാൻ 3D മോഡൽ ചെയ്തിരിക്കുന്ന കണ്ടോ? ഇനി ഇതിന്റെ ആക്ച്വൽ ഫോട്ടോസ് നോക്കി. ഇത് 3D മോഡലാണ്. ഇതാണ് ഞാൻ മോഡൽ ചെയ്തത് 3D. ഇത് ആക്ച്വൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് കണ്ടോ? ഇങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻസ് കിട്ടാനായിട്ടാണ് ഇതിന്റെ അകത്തെ കമ്പോണൻസ് ഒക്കെ എങ്ങനെ പ്ലേസ് ചെയ്യണം, ഈ ഒരു ഇൻറ്റ്യൂഷൻസ് കിട്ടാനായിട്ടാണ് ബേസിക്കലി 3D മോഡലിംഗ്. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദാറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കെമിസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ടു ഹാവ് എ വെരി ഗുഡ് നോളജ് ഓൺ ദ 3D സ്കിൽസ്, 3D മോഡലിംഗ് സ്കിൽസ്, ആൻഡ് ടു എന്താണ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വർക്ക്സ് ഫോർ യു. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന അതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡെസ്കിന്റെ ഫ്യൂഷൻ 360 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഫ്രീ ലൈസൻസ് ആസ് എ സ്റ്റുഡന്റ് യു ക്യാൻ രജിസ്റ്റർ ടു ദിയർ പോർട്ടൽ. അവരുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫ്രീ ആക്സസ് കിട്ടും. ഓരോ വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്താൽ മതി. ടിൽ ഡേ യു ആർ എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് അതിന്റെ സ്റ്റുഡന്റ് വേർഷൻ അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രൊസീജിയർ? ഞാൻ പറഞ്ഞുതരാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓട്ടോഡെസ്ക് 360 സ്റ്റുഡന്റ് നടിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ വരുന്ന സാധനം എടുക്കുക. ഞാൻ ഇതിന്റെ ലിങ്ക് കൊണ്ട് നമ്മുടെ ഏതാണ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇതില് ഫ്യൂഷൻ 360 സെലക്ട് ചെയ്യുക, സ്റ്റുഡന്റ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇവിടെ ഇതിന്റെ അകത്ത് എൻ്റർ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ആ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മൈറ്റ് ബി നിങ്ങളുടെ ഒന്നെങ്കിൽ കോളേജിലെ കോഡായിരിക്കും, മറ്റേ NSS 24 എന്നൊക്കെ പറഞ്ഞു വരുന്ന കോഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ ആക്സസ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് ബംബിൾ ബി എന്ന് പറയുന്ന സോറി ഫ്യൂഷൻ 360 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തുടങ്ങുമ്പോഴത്തേക്കും വരുന്ന സംഭവം. ഞാൻ പ്രൊജക്ട് മേ ബി ട്രെയിനിങ്. ഇതിപ്പോ നിങ്ങൾ നോക്കണ്ട കേട്ടോ, നിങ്ങൾ ചുമ്മാ കൺട്രോൾ എന്താണ് ന്യൂ എന്ന് പറഞ്ഞ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനിൽ പോയി നോക്കിയ ട്യൂട്ടോറിയൽസ് നോക്കിയാൽ എല്ലാവരും ദേ വിൽ കംപ്ലീറ്റ്ലി ഗോ ത്രൂ ഓൾ ദീസ് ഐറ്റംസ്. ഇത്ര ഐറ്റംസിലേക്ക് പോകും എല്ലാവരും. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ഒരു മോഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വിൽ സ്റ്റഡി ത്രൂ ദ വേ. ഞാൻ തരുന്ന ഓരോ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അകത്ത് ഓരോന്ന് പഠിച്ചോളും. ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇവിടെയാണ് നമ്മുടെ ഡ്രോയിങ്സ്, സ്കെച്ചസ്, പാർട്സ്, അസംബ്ലീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ഇതാണ് ഓരോ വ്യൂസ് സാധനങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് മൂവ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഹോവർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഈദർ ഓർബിറ്റ് ഫ്രം ഹിയർ, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ മൗസിന്റെ സെന്റർ വീല് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹോവർ. ഷിഫ്റ്റ് പിടിച്ചോണ്ടാണ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഓർബിറ്റ്. ചുമ്മാ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോവർ ചെയ്യാം. ഷിഫ്റ്റ് പിടിച്ചോണ്ട് ചെയ്യുന്നെങ്കിൽ യു ക്യാൻ ഓർബിറ്റ് അറൌണ്ട് ദിസ് തിങ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് 3 പ്ലെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. യു ക്യാൻ ഹാവ് XY എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്, YZ എന്ന് പറയുന്നതുകൊണ്ട്, ZX എന്ന് പറയുന്ന 3 പ്ലെയിനുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഒറിജിൻ പോയിന്റ് ആണ് ഇത് 000. X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. അതിൽ തന്നെ 3 പ്ലെയിനുകളുണ്ട്, XY, YZ, ZX. അതൊന്ന് ഓർത്തിരിക്കുക. അത് കാണണമെങ്കിൽ ഈ ഒറിജിൻസിൽ പോയി നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സി. ഇതാണ് XY, ഇതാണ് XZ, ഇതാണ് YZ. ഇവിടെ കണ്ടോ YZ. അപ്പൊ വേണമെങ്കിൽ എനിക്ക് വിസിബിൾ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഓക്കെ, കണ്ടോ ഇതാണ് YZ, ഇതാണ് XZ, ഇതാണ് XY. ഓക്കെ, ഇനി നമുക്കൊരു സ്കെച്ച് പുതിയതായിട്ട് തുടങ്ങാം. അപ്പൊ ഇവിടെ നോക്കുക, ഈ ബ്രൗസറിന്റെ അകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കാണാം. ഇപ്പൊ നമ്മുടെ ഒറിജിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പുതിയ സ്കെച്ച് തുടങ്ങണം. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ ഡിസൈൻ ടാബ്. ഇതിൽ വേറെ കുറെ ഉണ്ട്, അതിപ്പോ നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഡിസൈനിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഒരു പുതിയ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കണം, ജസ്റ്റ് ഒരു ബേസിക് റെക്ടാംഗിൾ. സ്കെച്ച് സെലക്ട് ചെയ്യുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് പ്ലെയിനിലാണ് വരേണ്ടത്, XY-ലാണോ, ZX-ലാണോ, ZY-ലാണോ, ഏതിലാണോ വരേണ്ടത്. ഞാൻ ടൈം നിങ്ങൾക്ക് ഏതുകൊണ്ട് എടുക്കാം കേട്ടോ. ഫ്രണ്ട് ആണോ, ലെഫ്റ്റ് ആണോ, ഫ്രണ്ട് വ്യൂ ആണോ, ടോപ്പ് വ്യൂ ആണോ, റൈറ്റ് വ്യൂ ആണോ. ഞാനിപ്പോ ടൈം ടോപ്പ് വ്യൂ എടുക്കണം. ആ പ്ലെയിനിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്ന അവിടെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇപ്പൊ നമ്മൾ XY പ്ലെയിനിലാണ്. ഐ ക്യാൻ ഡ്രോ വാട്ട് എവർ ഹിയർ. അപ്പൊ ഇതിന്റെ അകത്ത് എനിക്ക് ഇഷ്ടം പോലെ സാധനമുണ്ട്. ലൈൻ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ആർക്ക് ഉണ്ട്, പോളിഗൺ, എലിപ്സ്, സ്ലോട്ട്, എവറിത്തിങ് ഇസ് ദേർ.
നിങ്ങൾക്ക് റെക്ടാംഗിൾ തന്നെ ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ 2 പോയിന്റ് റെക്ടാംഗിൾ ആണ്, ഇങ്ങനത്തെ റെക്ടാംഗിൾസ് ആണ് ഉള്ളത്. പകരം വേറൊരു സാധനം ഇവിടെ ഉണ്ട്. ഞാൻ പൊതുവെ എടുക്കുന്നത് സെന്റർ റെക്ടാംഗിൾ ആണ്. സെന്റർ റെക്ടാംഗിൾ എനിക്കപ്പോൾ ഒറ്റ പോയിന്റ് ഡിഫൈൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്താൽ അവിടെ നിന്ന് സിമെട്രിക് ആയിട്ട് റെക്ടാംഗിൾ ഉണ്ടായി വന്നോളൂ. കണ്ടാ? അപ്പൊ ഇതിന് ഡയമെൻഷൻ എങ്ങനെ കൊടുക്കും? ഐ ക്യാൻ ഏത് ഡു ഇറ്റ് ബൈ, ഇപ്പോ ഈ ഒരു ബ്ലൂ റൈറ്റപ്പ് നിൽക്കുന്നത് 100 എന്ന് പറഞ്ഞ എഴുതി കണ്ടില്ലേ? ഇവിടെ എഴുതിക്കുന്നുണ്ടോ 100 എന്ന് പറഞ്ഞാൽ 108 എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ടൈപ്പ് ഇൻ ചെയ്താൽ മതി. ഞാൻ ടൈപ്പ് ചെയ്യണം 120 എന്ന് ടൈപ്പ് ചെയ്തതിന് 120 ലെങ്ത് ആയത്, സോറി ബ്രെഡ്ത്ത് ആയി. ഇനി ടാബ് ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ടോഗിൾ ചെയ്യാം ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്. ഞാൻ ലെങ്ത് ക്ലിക്ക് ചെയ്യുവാണ്, ഇവിടെ 150 കൊടുക്കും. കണ്ടാ? അത് ക്ലിയർ ആണോ? 120 150 കൊടുത്തത്. ഒന്നുകിൽ എനിക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഞാനത് മൊത്തം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു, ഒന്നുകൂടെ റെക്ടാംഗിൾ എടുക്കുന്നു. ഇപ്പൊ 2 പോയിന്റ് റെക്ടാംഗിൾ ആണെങ്കിൽ എനിക്ക് ഒന്നാമത്തെ പോയിന്റ് ഡിഫൈൻ ചെയ്യണം, രണ്ടാമത്തെ പോയിന്റ് ഡിഫൈൻ ചെയ്യണം. സെന്റർ റെക്ടാംഗിൾ ആണെങ്കിൽ സെന്റർ മാത്രം ഡിഫൈൻ ചെയ്താൽ മതി, തന്നെ സിമെട്രിക് ആയിട്ട് വന്നോളും. എനിക്ക് 120 mm ടാബ് ഞെക്കുന്നു, അടുത്ത ഡയമെൻഷൻ ഞാൻ 150 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ആയി അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയി. ഇത് ക്ലിയർ ആണോ? നിങ്ങൾ ഇപ്പൊ പാനലിൽ ചെയ്തു പോയത് കേട്ടോ. ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ആവും. മോസ്റ്റ് പ്രോബബ്ലി റെക്കോർഡ് ദ സെഷൻ. ആദ്യത്തെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോടാ? ഹലോ, മോനെ കേട്ടില്ലല്ലോടാ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റെക്ടാംഗിൾ വരയ്ക്കാം. ഇനി വേണമെങ്കിൽ സർക്കിൾ എടുക്കാം. സർക്കിൾ കൊണ്ട് ഇവിടെ വെക്കുന്നു. എനിക്ക് ഡയമീറ്റർ മാത്രം പറയാം. ഡയമീറ്റർ എനിക്ക് ഇവിടെ അടിക്കാം. 100 എന്ന് ഞാൻ അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു, 100 ഡയമീറ്റർ ഉള്ള ഒരു സാധനം വന്നു. ഇങ്ങനെയാണ് സ്കെച്ചസ് വരയ്ക്കുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള രൂപങ്ങൾ വരയ്ക്കണം. മേ ബി ഇവിടെ എനിക്ക് സ്പ്ലൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ഇവിടെ എടുക്കുന്നു. അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലായിട്ട് അത് മനസ്സിലാവുള്ളൂ. ചുമ്മാ എടുത്തിട്ട് ചുമ്മാ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതുകൊണ്ടോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് എനിക്ക് അതിനകത്ത് വരച്ചെടുക്കാം. കണ്ടോ? ഒരു സ്കെച്ച് എൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഒരു ടിക്ക് ബാർ ഉണ്ട്. ഇവിടെ ടിക്ക് ബാർ ഉണ്ട്. ആ ടിക്ക് ഞെക്കി കഴിഞ്ഞാൽ അവിടെ സ്കെച്ച് ആയി. എന്നിട്ട് ലൈൻ എടുക്കുന്നു. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അതൊരു കോൺടൂറായി. അപ്പൊ ഇങ്ങനെയാണ് സ്കെച്ചസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തിരുന്നത്? സ്കെച്ച് കൊടുക്കുന്നു. ഞാൻ സ്കെച്ച് ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ പുതിയ സ്കെച്ച് ക്രിയേറ്റ് സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തു, പ്ലെയിൻ സെലക്ട് ചെയ്തു. അവിടെ എനിക്ക് വേണ്ട സാധനം എന്താണോ അത് ഞാൻ വരച്ചെടുത്തു. കണ്ട? എന്നിട്ട് ഞാൻ ഡയമെൻഷൻ 120 ക്രോസ് 150 കൊടുക്കുന്നു, അല്ലെങ്കിൽ 120 ക്രോസ് 180 കൊടുക്കും. ചുമ്മാ ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഡയമെൻഷൻ ഒന്നോടെ മാറ്റണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ 150 പോയി ഡബിൾ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഡയമെൻഷൻ മാറ്റാം. കണ്ട? ഫിനിഷ് കൊടുക്കുക. അപ്പൊ കണ്ട, ഇതാണ് ഇപ്പൊ ഞാൻ വരച്ച റെക്ടാംഗിൾ. ഇനി എനിക്ക് ഇതിനെ ഒരു 3D ആക്കണം. ഇപ്പൊ ഞാൻ വരച്ചത് 2D ആണ്, ബേസിക് 2D ആണ് ഇപ്പൊ വരച്ചെടുത്തത്. എനിക്ക് ഇതിനെ 3D ആക്കണം. ഓക്കെ, 3D ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താ? 3D ആക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇപ്പുറത്തിരിക്കുന്നത്. എക്സ്ട്രൂഡ്, റിവോൾവ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഫോർ ദ ടൈം ബീങ് എക്സ്ട്രൂഡ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്ന ഫീച്ചർ. എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്തിട്ട് ഈ സർഫസ് ഏത് സർഫസ് ആണ് നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്? എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. ആ സർഫസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എത്രത്തോളം എക്സ്ട്രൂഡ് ചെയ്യണമെന്ന് ഇവിടെ ചോദിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ആരോ കീ ഉപയോഗിച്ചിട്ട് ഇതിനെ പൊക്കവും താത്തവും ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഇവിടെ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഇവിടെ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം. എനിത്തിങ് ഇസ് ഫൈൻ. ഓക്കെ, ഞാൻ പൊതുവെ ഇതിന്റെ അകത്ത് അടിക്കാറാണ് പതിവ്. 50 mm അല്ലെങ്കിൽ 30 mm എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു 3D മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസ് സെലക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, വിഷ്വൽ സ്റ്റൈൽ. ആ താഴത്തെ മോണിറ്റർ സിമ്പിളിൽ എടുത്ത് കഴിഞ്ഞിട്ട് വിഷ്വൽ സ്റ്റൈൽ കിട്ടും. ഇതിപ്പോ ഷെയ്ഡഡ് ആണ്. ഷെയ്ഡഡ് ആണെങ്കിൽ അപ്പൊ ഇതിന്റെ ഷോർട്ട് കട്ട് കീസ് കൂടെ ഉണ്ട്. Ctrl+5 6 7 എന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ഞാൻ കൺട്രോൾ ഉപയോഗിക്കാം. Ctrl+4 ഉപയോഗിക്കണ്ട. Ctrl+4 ആണെങ്കിൽ മൊത്തം ഒരു ആക്ച്വൽ സാധനം നമുക്കൊക്കെ മേടിക്കാൻ കിട്ടുന്ന പ്രൊഡക്ട്സിന്റെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് എഡ്ജസ്റ്റ് കാണാൻ പറ്റില്ല. അവിടെയൊക്കെ ഒരു ഗ്രേഡിയന്റ് പോലെ ഷെയ്ഡിങ് പോയിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇനി എനിക്ക് എഡ്ജസ്റ്റ് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ Ctrl+5 അടിച്ചാൽ മതി, എഡ്ജസ്റ്റ് കാണാം. 6 അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിൽ ഇന്റേണൽ ആയിട്ടുള്ള വരകൾ എനിക്ക് കാണാണ്ടിരിക്കും. ഓക്കെ, 7 അടിച്ചു കഴിഞ്ഞാലോ മൊത്തം വരകൾ മാത്രം കാണാം, ടെക്സ്ചർ ഒന്നും ഉണ്ടാവില്ല.
അടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്റേണൽ ബാക്കിലുള്ളതൊക്കെ ബ്ലറായി കിടക്കും. ഏറ്റവും ടോപ്പിൽ വരുന്ന ഫ്രണ്ട് വ്യൂവിൽ വരുന്ന മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ വ്യൂസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിൽ വർക്ക് ചെയ്യുക. ഞാൻ പൊതുവെ വർക്ക് ചെയ്യണ ഇതിലാണ്. ഓക്കെ ഓക്കെ, ഇതായി. ഇനി അപ്പൊ ഇതാണ് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ് ഒന്നുകൂടെ കാണിച്ചു തരാം. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, ഈ പറയുന്ന സർഫസിനെ ക്ലിക്ക് ചെയ്യുക, ഈ പറയുന്ന ആരോ മുകളിലേക്കോ താഴേക്കോ ആക്കുക. അപ്പൊ ഞാൻ 30 കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട, എനിക്ക് 30 mm. എനിക്ക് ഇനി ഇത് 2 ഹോൾ ഇടണം. അപ്പൊ ഹോൾ ഇടേണ്ടത് എനിക്ക് എവിടെയാണ്? അപ്പൊ ഞാൻ പുതിയ സ്കെച്ച് എടുക്കുക. ഇനി ഞാൻ എക്സ് വൈ സെഡ് ആ പ്ലെയിനിലാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് എവിടെ ഞാൻ വിചാരിക്കുന്നിടത്ത് ഹോൾ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഹോൾ ഇടേണ്ടത് ഈ പെട്ടിയുടെ മേളിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി എടുക്കേണ്ടത് പുതിയ സ്കെച്ച് ഞാൻ തുടങ്ങാൻ പോകേണ്ടത് എക്സ് വൈ സെഡ് പ്ലെയിനിലല്ല, പകരം ആ ബോക്സിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്ന പ്ലെയിനിലാണ്. കണ്ടോ, ഈ ബോക്സിന്റെ ഓരോ ഫേസും ഓരോ പ്ലെയിനായി മാറി. എക്സ് വൈ സെഡ് മാത്രമല്ല ഇനിയുള്ളത്, അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് എക്സ് എക്സ് ഇസഡ്, ഇത് മൂന്നും അല്ല ഇനിയുള്ളത്. ഇനിയുള്ളത് കണ്ടില്ലേ, ഈ 3 എണ്ണം അല്ലെങ്കിൽ ഈ ബോക്സിന്റെ എല്ലാ ഫേസും പുതിയൊരു പ്ലെയിനായി. ഈ ബോക്സിന്റെ പ്ലെയിന്റെ മേളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈ ബോക്സിന്റെ മേളിലാണ്. ഫോർ ദ ടൈം ബീങ് ഞാൻ 2 വട്ടം വരയ്ക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഒരു 3 വട്ടം വരച്ചു. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഞാൻ എക്സ് വൈ ഇസഡ് എക്സ് എക്സ് ഇസഡിലല്ല വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസഡ് വൈയിലല്ല വരച്ചിരിക്കുന്നത്. ഞാൻ വരച്ചിരിക്കുന്നത് ഇപ്പോൾ ബോക്സിന്റെ ടോപ്പിലാണ്. ഓക്കെ, ബോക്സിന്റെ ടോപ്പിൽ വരച്ച ഒരു സാധനം ഞാൻ ഇന്ന് എക്സ്ട്രൂഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഫിനിഷ് സ്കെച്ച് കൊടുത്തു, എക്സ്ട്രൂഡ് കൊടുക്കുന്നു. ഞാൻ ഈ സെലക്ട് പ്ലെയിൻ ചെയ്ത് ഇതും സെലക്ട് ചെയ്യുന്നു, ഇതും സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഒന്നുകിൽ മേളിലേക്ക് പോവാം. മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 3D ആയിട്ട് പിന്നെ മുകളിലേക്ക് തന്നെ പോകുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഇതിനെ കട്ട് ചെയ്യാം. നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, നെഗറ്റീവ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. കണ്ടോ കണ്ടോ, ഞാനിപ്പോ ഇത്രയും വെച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം കൊടുക്കാം, കട്ട് ചെയ്തു, കണ്ട ഹോൾ ചെയ്ത്, കണ്ട. ഇത് ക്ലിയർ ആണോ? ഇത്രയും ബേസിക് സാധനം ക്ലിയർ ആണോ? അപ്പൊ അതെ, ഞാനിപ്പോ ചെയ്തതില് കണ്ട എന്റെ ഈ വട്ടം ഇച്ചിരി വലുതായി പോയി, അതുകൊണ്ട് ഇവിടെ കീറിപ്പോയി. കണ്ട, ഇവിടെ കീറിപ്പോയി. അപ്പൊ എനിക്ക് ഈ വട്ടം അത്രയും വലുത് വേണ്ടായിരുന്നു, ഇച്ചിരി ചെറുതാക്കണമായിരുന്നു. എനിക്കറിയാം, അത് ഞാൻ സ്കെച്ച് 3 വരച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ സ്കെച്ച് 3 ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ എഡിറ്റ് സ്കെച്ച് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ വട്ടത്തിലേക്ക് ഒന്നുകൂടെ പോവാം. ഇപ്പൊ വട്ടത്തിന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ 100 എന്നൊക്കെ പറഞ്ഞ് എൻ്റർ അടിച്ചു. ഇപ്പൊ ഇതവിടെ കാണാനില്ല, കാരണം നമ്മൾ ആദ്യമേ അത് ചെയ്തില്ലായിരുന്നു. ഇനി അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്കെച്ച് ഞെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് ഡി, കണ്ടോ, സ്കെച്ച് ഡയമെൻഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും. അതിൽ ഒരു 70 കിട്ടും. ഇപ്പൊ ചെറുതാണ് ഡയമെൻഷൻ, കണ്ടോ കണ്ടോ. അപ്പൊ നിങ്ങൾ ചെയ്ത പരിപാടികളെല്ലാം ഇവിടെ താഴെയിലാണ് പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ സ്കെച്ച് വരച്ചു, ആ സ്കെച്ചിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തു, അതിന്റെ മേളിൽ പിന്നെ അടുത്ത സ്കെച്ച് വരച്ചു, അതിനെ നിങ്ങൾ എക്സ്ട്രൂഡ് കട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ഫ്ലോ കാണാം. ഇത് കണ്ട എന്താ അവിടെ പോയിട്ട് കണ്ട. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫ്ലോ കാണാം ഫ്യൂഷനിൽ. സോ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഒരു ബേസിക് സെഷനിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ. സ്കെച്ചും എക്സ്ട്രൂഡ് വഴി. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ സൈഡിൽ നിന്ന് ഒരു ഹോൾ ഇടണം. എനിക്ക് ഒന്നെങ്കിൽ സ്കെച്ച് ചെയ്തിട്ട് ഇവിടെ പോയി ഞെക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഞെക്കിയിട്ട് ഇവിടെ വരയ്ക്കണം എന്ന് പറഞ്ഞ് സ്കെച്ച് ചെയ്യുന്നു. 2 ആർ പോസിബിൾ, രണ്ടും പോസിബിൾ ആണ്. അപ്പൊ എനിക്കിപ്പോ അറിയില്ല, ആ നേരത്തെ ബാക്കിലെ ഹോളില്ലേ, നമ്മളെ മേളിലൊരു ഹോൾ ഇട്ടിട്ടില്ലേ, അവിടെ ഈ ഹോൾ ഇട്ടിട്ടില്ലേ, ഈ ഹോള് ഇതിന്റെ ആ ഹോളിന്റെ സെന്ററിൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒരു ഹോൾ ഇടുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല അത് എവിടെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ Ctrl+4 ഒക്കെ ഞെക്കിയില്ലേ, വ്യൂസ് മാറ്റിയില്ലേ നമ്മള്, അതിൽ നോക്കുക, ഏതെങ്കിലും ഒരു വ്യൂവില് നമുക്ക് ബാക്ക് കാണാം. കാണിച്ചു തരാം. കണ്ട ഈ വ്യൂവില് കണ്ട എനിക്ക് ആ സർക്കിളിന്റെ 2 ഡയമെൻഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇനി ഇതിന്റെ സെന്റർ പിടിച്ചാൽ മതി. കണ്ട, ചുമ്മാ ഒരു 20 mm കണ്ടോ, ഇങ്ങനെ ഒരു ഡ്രോയിങ് വരച്ച് ഞാൻ അതിനെ ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഈ ഹോളാന്ന് പറയുന്നു, അതിന്റെ ബാക്കിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ട, അപ്പൊ എക്സ്ട്രൂഡും കട്ടും മനസ്സിലായോ? സ്കെച്ചും എക്സ്ട്രൂഡും കട്ടും പിടികിട്ടിയോ? കട്ട് ഒന്നും പറയും. കട്ട് പറഞ്ഞുതരാം. ഇതേപോലെ ഡ്രോയിങ് വരയ്ക്കുന്നു,
നീ എവിടെയാന്ന് വെച്ചാൽ നിന്റെ ഡ്രോയിങ് വരച്ചു. അപ്പൊ ഈ ഡ്രോയിങ്ങിൽ നീ എക്സ്ട്രൂഡ് തന്നെ ചെയ്ത് പുറത്തേക്കാണ് നീ വലിക്കുന്നതെങ്കിൽ എക്സ്ട്രൂഡ് തന്നെ പ്ലസ് ആണത്. ബാക്കിലേക്ക് വലിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആയി മൈനസിലേക്ക്. അപ്പൊ അത് കട്ട് ചെയ്തു പോകും. കണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അപ്പൊ എക്സ്ട്രൂഡും കട്ടും ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ഇനി വേറൊരു സാധനം ചെയ്യും. ഇപ്പൊ നമുക്ക് റെഫറൻസ് ഫ്രെയിമുകളും കൂടെ പഠിപ്പിച്ചു തരാം. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വട്ടം ചുമ്മാ വരയ്ക്കുവാണ്. ഇത്ര ഉള്ളൊരു വട്ടം വരച്ചിട്ട് ചുമ്മാ എക്സിറ്റ് എടുക്കും. ഇങ്ങനെ ഒരു വട്ടം കിടപ്പുണ്ട്. അപ്പൊ ഇത്രയും പൊക്കത്തിലാണ്. എനിക്ക് ഇനി ഇതിന്റെ നടുക്കുന്ന ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് പറ്റില്ല, അങ്ങനെ എനിക്ക് സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോറി, എനിക്ക് ചുമ്മാ ഒരു സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എക്സ് വൈ ഇസഡ് എക്സ് ഇത് മൂന്നിടത്തിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ കൺസ്ട്രക്റ്റീവ് പോയിട്ട് ഓഫ്സെറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓഫ്സെറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഉണ്ട്, ഇസഡ് എക്സ് ഉണ്ട്, എക്സ് ഇസഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇസഡ് വൈ ഉണ്ട്. ഇതിൽ നിന്ന് ഇത്ര ദൂരം മാറി പുതിയൊരു പ്ലെയിൻ എനിക്ക് സൃഷ്ടിച്ചെടുക്കാം. കാണിച്ചു തരാം. ഓഫ്സെറ്റ് പ്ലെയിൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുവാണ് എനിക്ക് ഈ പ്ലെയിനിൽ നിന്ന് മാറിയാണ് വേണ്ടത്. കണ്ടോ? ഈ പ്ലെയിനിൽ നിന്ന് ഇത്ര ദൂരം മാറിയാണ് എന്റെ പുതിയ പ്ലെയിൻ വരേണ്ടത്. എത്ര ദൂരം മാറി അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ ബാക്ക് വ്യൂ എടുത്തു. അപ്പൊ എനിക്ക് ഇനി ഇവിടെ കൊണ്ട് ഇതിനെ കറക്റ്റ് ഇതിന്റെ സെന്റർ പിടിക്കാം, അല്ലെങ്കിൽ 25 mm അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാട്ടോ. ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്തു. ഓഫ്സെറ്റ് പ്ലെയിൻ വേണം. ഓഫ്സെറ്റ് പ്ലെയിൻ എവിടെ നിന്ന് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്? ഈ താഴത്തെ പ്ലെയിനിൽ ഇവിടെ നിന്നാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. അതിന് എത്ര പൊക്കണം? എനിക്കറിയാം, നേരത്തെ ഞാൻ ഈ വട്ടം വരയ്ക്കാൻ നേരത്തെ 25 mm പൊക്കത്തിലാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ 25 അടിച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ഒത്ത നടുക്കായിട്ട് പുതിയൊരു പ്ലെയിൻ വന്നു. ഇനി ആ പ്ലെയിനിൽ എനിക്ക് പുതിയൊരു സ്കെച്ച് തുടങ്ങാം. കണ്ടോ? ആ പ്ലെയിനിൽ പുതിയൊരു സ്കെച്ച് തുടങ്ങാൻ എന്നോട് കാണിച്ചു തരാട്ടോ. അത് ഞാൻ ഇവിടെ ചുമ്മാ സ്പ്ലൈൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്തേ. ഇങ്ങനൊരു സാധനം കൊടുത്തു. കണ്ടോ? ഞാൻ ഇതൊന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു സാധനം കൊടുത്തു. എന്നിട്ട് റിവോൾവ് ആയിരുന്നു. റിവോൾവ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഉണ്ട്. അല്ല, റിവോൾവ് അല്ലല്ലോ, സ്വീപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. സ്വീപ്പ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ ഞാൻ എന്റെ പ്രൊഫൈലും സെലക്ട് ചെയ്യണം, അത് പോവേണ്ട പാത്തും സെലക്ട് ചെയ്യണം. പ്രൊഫൈലായിട്ട് ഞാൻ പറയുവാണ്, ഈ വട്ടത്തിനെയാണ് എന്റെ പ്രൊഫൈലായിട്ട് സ്വീകരിക്കുന്നത്. അത് ഇതുവഴി സ്വീപ്പ് ചെയ്യണം. അതിന്റെ പാത്ത് എന്ന് പറയുന്നത് ഈ വരയാന്ന് കാണിക്കുക. കണ്ടോ? ഓക്കെ കൊടുക്കുന്നു. ഞാൻ അത് ഒന്നുകൂടെ കാണിച്ചു തരാം. അല്ലേ, ഞാൻ പുതിയൊരു ഓഫ്സെറ്റ് പ്ലെയിൻ കൊടുക്കുന്നു. ഒരു വട്ടം ഞാൻ 25 mm പൊക്കത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ്സെറ്റ് പ്ലെയിൻ താഴേന്ന് കൊടുക്കുന്നു. ഏകദേശം 25 mm പൊക്കത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. എന്റർ അടിക്കുന്നു. ആ പ്ലെയിനിൽ ഞാൻ ഇനി പോയി ഒരു പാത്ത് വരയ്ക്കുവാണ്. പുതിയ സ്കെച്ച് എടുക്കുന്നു, സ്പ്ലൈൻ എടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. ചുമ്മാ ഒരു ഇഷ്ടം അനുസരണം എന്തായാലും പുതിയൊരു പാത്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനൊരു സാധനം കിട്ടി. ഇനി ഞാൻ ക്രിയേറ്റില് സ്വീപ്പ് ചെയ്യുവാണ്. ഏത് പ്രൊഫൈൽ വെച്ചിട്ട്? ഇതാണ് എനിക്ക് സ്വീപ്പ് ചെയ്യേണ്ട പ്രൊഫൈല്. ഇതുവഴിയാണ് എനിക്ക് സ്വീപ്പ് ചെയ്യേണ്ടത്, ഇതുവഴിയാണ്. അപ്പൊ അവര് പറയും അത് കൂട്ടിമുട്ടുന്നുണ്ട്. കൂട്ടിമുട്ടാൻ കാരണം എന്താണ്? ഇവിടെയൊക്കെ വീതി കുറവാണ്. ഓക്കെ, സ്വീപ്പ് പ്രൊഫൈൽ എടുത്തു, പാത്തായിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. അപ്പോഴും കൂട്ടിമുട്ടുന്നുണ്ട്. ഇതൊന്ന് ഓക്കെ, ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. ഇവിടെയാണോ കൂട്ടിമുട്ടാൻ പറ്റുക? ഓക്കെ, ഇതാണ് കൂട്ടിമുട്ടാൻ കുറവ്. സ്വീപ്പ് എടുക്കുന്നു, പ്രൊഫൈൽ എടുക്കുന്നു, പാത്ത് എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നു. ശരി. ഓക്കെ, എനിവേ നിങ്ങൾക്ക് അത് സാധനം പിടികിട്ടിയില്ലോ. ഞാൻ ഈ എഡിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ഇതിനെ കണ്ട.
ദിസ് ഇസ് കോൾഡ് സ്വീപ്പ്. അപ്പൊ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത്ര ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സ്കെച്ച് ഉണ്ടാക്കാൻ പഠിച്ചു, ഒറിജിൻസ് പഠിച്ചു, എക്സ്ട്രൂഡ് പഠിച്ചു, കട്ട് പഠിച്ചു, സ്വീപ്പ് പഠിച്ചു. ഇത്രയും സാധനം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത തവണത്തേക്കുള്ള പരിപാടി സെറ്റ് ചെയ്യണം. ഹലോ, ഓക്കെ, ഇതിൽ കോപ്പി ഇമേജ്, ദിസ് ഇസ് ഗുഡ് ആക്ച്വലി. ഇത് ഈ 4 നിങ്ങൾക്ക് ചെയ്യാമോ അടുത്ത ആഴ്ചത്തേക്ക്? ഷേപ്പ് 1, 2, 3, 4 എല്ലാ ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. ചെയ്യാമോ? യെസ്. ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്ത് കാണിക്കണോ? ചുമ്മാ ഷേപ്പ് 4 വല്ലതും ഒന്ന് ചെയ്ത് കാണിക്കണോ? Yes, sir. ഷേപ്പ് 2 കാണിച്ചാൽ മതി. 2 കാണിച്ചു തരട്ടെ. 2-ല് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കണം എത്ര? 2.25. ഓക്കെ, റീഡിങ്സ് അത്ര വിസിബിൾ അല്ല. ഓക്കെ, 2.25 നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനിപ്പോ അടിയിലത്തെ ആ സർഫസ് ആദ്യം ഉണ്ടാക്കുക. അപ്പൊ ഇതിന്റെ നീട്ടം പറഞ്ഞത് 1.75. ഇവിടെ കാണാം 1.75 ക്രോസ് 2.25 ആണ് ബ്ലോക്കിന്റെ വലിപ്പം. ഓക്കെ, ഞാനിപ്പോ ഒരു റെക്ടാങ്കിൾ എടുക്കുന്നു, സെന്റർ റെക്ടാങ്കിൾ എടുക്കുന്നു, 1.75 ക്രോസ് 2.25. ഭയങ്കര ചെറുതായിപ്പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, എവിടെ സാധനം നോക്കട്ടെ നമ്മളെ ഒന്നുകൂടെ നോക്കിക്കട്ടെ. ഒരു കാര്യം ചെയ്തോട്ടെ, നിങ്ങളും അതൊന്ന് ഓർത്ത് വെച്ചേരെ. എല്ലാം 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേരെ. 1.75 അല്ലേ, 17.5 കിട്ടും. ക്രോസ് 17.5 ക്രോസ് പിന്നെ എത്രയായിരുന്നു? 2.25, 22.5 ആക്കി. ആ പിച്ചോടെ വലുതായി. ഓക്കെ, വേണ്ട. അപ്പൊ ഞാൻ ചുമ്മാ ആ ബേസ് സ്ക്വയർ വരച്ചു, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സ്ക്വയർ വരച്ചു. ഇനി ഇതിന്റെ ഹൈറ്റ് 1.5 ആണ്, 15 കൊടുക്കുന്നു. ആ അല്ലല്ല, ചുമ്മാ ഓർഡറിനോട് അകത്തുള്ള 50 എന്ന് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പൊ നമ്മൾ അതിന്റെ ബേസ് ബ്ലോക്ക് ഉണ്ടാക്കിയെടുത്തു. ഈ പറയുന്ന ഇത് കണ്ടില്ലേ, ഈ ഷേപ്പ് 2-ന്റെ ഒരു വലിയ പെട്ടിയാണ് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ഒരു പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ സൈഡാണ് ഈ സൈഡായിട്ട് എടുക്കുന്നത് കേട്ടോ, ഇതായിട്ട് എടുക്കുന്നത്. എനിക്കൊന്ന് വെട്ടിപ്പോകുന്നുണ്ട്. സെക്കൻഡ്. ഇപ്പൊ ഞാന് ഈ ഒരു ഫേസ് ഇല്ലേ, ഈ ഒരു ഫേസ് ആയിട്ട് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഈ സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അവർ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 0.75 ആണ് ഈ ദൂരം. ഇത് 0.75 ആണ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്യും, അവിടെ പുതിയൊരു സ്കെച്ച് ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു റെക്ടാങ്കിൾ എടുക്കും, ചുമ്മാ ആർബിട്രറി ആയിട്ട് ഇങ്ങനെ റെക്ടാങ്കിൾ വരച്ചു, ചുമ്മാ ആർബിട്രറി ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിന്റെ വീതി സാധനങ്ങളൊക്കെ. ഇപ്പൊ ഇതിന്റെ വീതി ഇവർ പറഞ്ഞിരിക്കുന്നത്
ഇതിന്റെ വീതി ഒരു പറഞ്ഞിരിക്കുന്നത് 0.5 എന്ന്. 0.5. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ദൂരം എത്രയായിരിക്കണം? സ്കെച്ച് ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 5 ആയിരിക്കും. ഇത് 5 ആണെന്നാണ് നമ്മൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0.5 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 5. അപ്പൊ ഈ വീതി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഞാനപ്പോ അതാണ് ഈ റെക്ടാങ്കിളിന് കൊടുത്തിരിക്കുന്നത്. ആ റെക്ടാങ്കിള് ഇങ്ങോട്ടുമായിട്ടുള്ള വീതി എന്ന് പറഞ്ഞാൽ 7.5 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നോടെ ഡയമെൻഷൻ എടുക്കണം. ഡയമെൻഷൻ നിങ്ങൾ എങ്ങനെ എടുക്കും? അപ്പൊ അതെ, എനിക്ക് ഈ റെക്ടാങ്കിളും ഈ റെക്ടാങ്കിളിന്റെ ഈ ഒരു അറ്റവും ഈ ബാക്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന റെക്ടാങ്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഈ എഡ്ജും ക്ലിക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ടായിരിക്കും ഞെക്കുക. ഞാൻ ചുമ്മാ ഞെക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ആവുള്ളൂ. പകരം ഒരെണ്ണം ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് മറ്റേത് ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്കെച്ച് ഡയമെൻഷൻ എടുക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്കത്തെ ഡയമെൻഷൻ വന്നു 0.25 ആണ്. ഞാനത് 7.5 ആക്കി. അപ്പൊ അവർ തന്നിരിക്കുന്ന ഡയമെൻഷനിൽ എന്തൊക്കെ തെറ്റുണ്ട് കേട്ടോ. ശരിക്കും ഇത് 0.2. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിക്ക് ഇതേ ഈ ഒരൊറ്റ സാധനം ഞെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് അടുത്തൊരു എഡ്ജും കൂടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇതിന്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് എനിക്ക് കൺട്രോൾ ചെയ്യും കേട്ടോ. 0.25 ആണ്. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു 3 mm കൊടുക്കുന്നു കണ്ടോ. ഞാൻ 3 mm കൊടുത്തു കണ്ടോ, ഇങ്ങനെ വന്നു. അപ്പൊ അവരുടെ ഏകദേശം ഒരു ഇച്ചിരി ഡയമെൻഷൻ തെറ്റുണ്ടെന്ന് തോന്നുന്നു, അന്നേരം കുഴപ്പമില്ല. ഇനി ബാക്കിലേക്ക് ഇവരെത്ര പോയിന്റ്? 0.75. 7.5 പോകണമെന്നാണ് പറയുന്നത്. 7.5 പോവാം. ഞാൻ ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു, ഈ സർഫസ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ബാക്കിലേക്കാണ് പോകേണ്ടത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് സിമ്പിൾ കൊടുക്കണം. -7.5 കൊടുക്കണം. ഓക്കെ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് കട്ട് വരും. കണ്ടോ കണ്ടോ. ഇനി സിമിലർലി ഈ ഒരു അറ്റം പോയിട്ടുണ്ട് അവരുടെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വലിയ 3D ആർക്കിടെക്ചർ ഒക്കെ പോലെ തോന്നും. പക്ഷെ ഒരു സൈഡിൽ നോക്കി, ഇവിടെ നിന്ന് അവരാകെ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയിട്ട് അവരതിനെ ബാക്കിലേക്ക് കട്ട് ചെയ്ത് ചെയ്തേക്കണേ. ഓക്കെ അല്ലേ? നമുക്ക് സെയിം സാധനം ഉണ്ടാക്കാം. ഇവിടെ പോയിട്ട് ഒന്നോടെ സ്കെച്ച് എടുക്കുക, റെക്ടാങ്കിൾ എടുക്കുക, ചുമ്മാ ആർബിട്രറി ആയിട്ട് ഒരെണ്ണം വരയ്ക്കുക. ഡയമെൻഷൻ നോക്കി പിന്നെ തീരുമാനിക്കാം. ഡയമെൻഷൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഈ ഹൈറ്റ് 5 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുവാണ്, ഈ എഡ്ജും കൂടെ എടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സ്കെച്ച് ഡയമെൻഷൻ കൊടുക്കുന്നു. അത് 5 വന്നിട്ടുണ്ട്. 5 കൊടുത്തു. പിന്നെ ഇതിന്റെ വീതിയോ? ഇതിന്റെ വീതി അവർ പറഞ്ഞിട്ടില്ല അല്ലെ. ഇതിന്റെ വീതി ഫോർ ദ ടൈം ബീങ് ഞാൻ 3 mm എടുക്കുന്നു. അതെടുത്തിട്ട്, അല്ലെ വേണ്ട, 5 തന്നെ കൊടുത്തു. 5 കൊടുക്കുന്നു. ഇത്ര മതി. ഫിനിഷ് കൊടുക്കുന്നു, ഈ സർഫസ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. അത് 0.75 കുറച്ചുകൂടെ ബാക്കിലേക്ക് ചുമ്മാ ഇരിക്കട്ടെ. ഞാൻ ആർബിട്രറി ആയിട്ടാണ് ചെയ്യുന്നത്. ഇരിക്കുന്നു കണ്ടോ. ഇനി ഇത് ഈ ടോപ്പ് ഈ വ്യൂ കണ്ടോ, ഇവിടെ നമുക്ക് ഓരോ വ്യൂസ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഈ വ്യൂ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഞെക്കി കഴിഞ്ഞാൽ സംഭവിക്കും, എനിക്ക് ആ ഓർത്തോഗണൽ വ്യൂ കിട്ടും. അതല്ലേ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ ഡയമെൻഷൻസ് എക്സാക്ട്ലി ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഡയമെൻഷൻസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അത്രയാണ് ഉദ്ദേശിച്ച സാധനം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇനി ഡൗട്ട്സ്? ഹലോ. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു 4 ഫിഗേഴ്സ് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് ഇടാവോ? ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ 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 ഓക്കെ. ഡയമെൻഷൻസ് റോങ് ആണെങ്കിൽ വിഷയമില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാനിപ്പോ തന്നിരിക്കുന്ന ഇമേജിൽ ഏകദേശം സിമിലർ ആയിരിക്കണം നിങ്ങളുടെ കാഴ്ചയിൽ. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് ഡയമെൻഷൻസ് ഉള്ള സാധനം ഇട്ട് തരാം. ഓക്കെ.
ഏട്ടാ ഈ ബ്ലെൻഡറിലും 3D മോഡൽ ചെയ്യാലോ? ഏതാ മോളെ? ബ്ലെൻഡറില് ബ്ലെൻഡറിൽ ചെയ്യാം. ബ്ലെൻഡർ കുറേ കൂടെ എസ്തെറ്റിക് അപ്പീലുള്ള സാധനമാണ്. എന്ന് പറഞ്ഞാൽ കുറേ കൂടെ എന്താണ് റെൻഡറിങ് ഡിസൈൻസ് ഒക്കെ ഇല്ലേ, ഈ എന്താണ് ശരിക്കുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പകരം ചെയ്യുന്ന പരിപാടികൾ. ലൈക്ക് നമുക്ക് കണ്ട ശരിക്കും പ്രൊഡക്റ്റ് എന്ന് തോന്നും. അതുപോലത്തെ റെൻഡറിങ് പരിപാടികൾക്കാണ് ബ്ലെൻഡർ ഉപയോഗിക്കുന്നത്. കുറെ കൂടെ 3D വിഷ്വലൈസേഷന്. ഫ്യൂഷൻ 360 സോൾവർക്സ് ഉപയോഗിക്കുന്നത് കുറെ കൂടെ എഞ്ചിനീയറിംഗ് 3D മോഡലിങ്ങിനാണ്. ഈ ബ്ലെൻഡറിൽ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടില്ലേ ലാസ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും? അത് കിട്ടും. അത് സെയിം സാധനം, ഏകദേശം സിമിലർ സാധനം നമുക്ക് ഫ്യൂഷനിൽ റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, പിന്നെ ഫോട്ടോ ഒക്കെ അത് നമുക്ക് ലാസ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. കണ്ടോ? ഓക്കെ മക്കളെ, അപ്പോ അടുത്ത സെഷനിൽ കാണാം. ഓക്കെ Okay, sir. Thank you. ഓക്കെ, ബൈ.